തൊടുപുഴയിലേക്കാണ്. ഇനി ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ജോമോന്റെ ഭാര്യയെയും പ്രതി ചേർക്കും. ഒന്നാം പ്രതി ജോമോനെയും ഭാര്യയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജോമോനാണ് കൊലപാതകത്തിനായി ക്വട്ടേഷൻ നൽകിയതെന്ന് മരിക്കും വരെ ബിജു ജോസഫ് അറിഞ്ഞിരുന്നില്ല എന്ന് രണ്ടാം പ്രതി ആഷിഖ് മൊഴി നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? അനുജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജോമോന്റെ, അതായത് ഈ ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള കച്ചവട പങ്കാളി ജോമോന്റെ ഭാര്യ ഗ്രേസിയെ കൂടി പ്രതി ചേർക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം മറ്റൊന്നുമല്ല, ഈ കൊലപാതകം നടന്നു മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രേസിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലിലൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലോ കൊലപാതകം നടന്നതായോ അറിയില്ല എന്നായിരുന്നു ഗ്രേസി പോലീസിന് നൽകിയിരുന്ന മൊഴി. എന്നാൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഈ ജോമോന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹം അവിടെ കൊണ്ടുപോവുകയും അതിന്റെ രക്തക്കറകൾ ഉൾപ്പെടെ വീട്ടിനകത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മൃതദേഹം കൊണ്ടുചെന്നപ്പോൾ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം 4 പ്രതികളും വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് മുതലുള്ള സംഭവങ്ങളെല്ലാം ഈ ഗ്രേസിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ഗ്രേസിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രേസിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം പോലീസ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. കൊലക്കുറ്റം മറച്ചുവെക്കൽ, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരിക്കും ഈ ഗ്രേസിക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ആദ്യഘട്ടമായി ഈ ജോമോനെ റിമാൻഡിലാണ്. ഇപ്പോൾ ജോമോനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഗ്രേസിയെയും ജോമോനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അതിനുശേഷം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുമാണ് പോലീസിന്റെ നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ആഷിഖ് ജോൺസന്റെ നിർണായക മൊഴിവിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുള്ളത്. ഈ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടിക്കൊണ്ടുപോയി മരിക്കുന്നത് വരെ ഈ ബിജു ആരാണ് കൊട്ടേഷൻ നൽകിയതെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. ഈ ജോമോനാണ് ഈ തട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചിരുന്നതെങ്കിലും മാസ്ക് ധരിച്ചാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇടയ്ക്ക് ഈ ജോമോൻ സംസാരിച്ചെങ്കിലും ശബ്ദം മാറ്റിയാണ് സംസാരിച്ചത്. മാത്രമല്ല, ഈ മർദ്ദനമേൽക്കുന്നതിനിടയിൽ എന്ത് വേണമെങ്കിലും ബിജു ചെയ്യാമെന്നും എത്ര രൂപ വേണമെങ്കിലും തരാമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതികളോട്, ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തോട് പറഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി ഈ ആഷിഖ് ജോൺസൺ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അനുജ, തൊടുപുഴയിലെ ബിജു ജോസഫ് കൊലപാതകത്തിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിയുടെ ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. അവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുന്നു എന്ന വിവരമാണ് രാഹുൽ വിജയൻ നൽകിയത്.